ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു അടിപൊളി സോയ ചങ്ക് കറിയാണ്. ബീഫ് കറിയുടെ ഒക്കെ അതേ ടേസ്റ്റിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പൊ സോയ ഇഷ്ടമല്ലാത്ത ഒത്തിരി പേരുണ്ടായിരിക്കും, പക്ഷെ ഈ ഒരു ടേസ്റ്റിൽ കഴിച്ചു നോക്കിയാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യാൻ വേണം. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കപ്പ് സോയ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 100 ഗ്രാം ഉണ്ടായിരിക്കും. ആദ്യം ഇത് കുറച്ച് ചൂടുവെള്ളത്തില് ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സോയ നല്ല സോഫ്റ്റ് ആയി കിട്ടും. അതുപോലെ തന്നെ ഇതൊന്ന് വീർത്ത് വരികയും ചെയ്യും. ഇനി ഇതൊരു 3-4 പ്രാവശ്യം നന്നായി കഴുകി പിഴിഞ്ഞെടുക്കാം. അപ്പൊ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ സോയയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ മുറിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ എടുത്തിരിക്കുന്നത് വലിയ സോയയാണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് മുറിച്ചിടുന്നതായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെ ആവുമ്പോഴാണ് അതിൽ പെട്ടെന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടുന്നത്. ഇനി ഇത് ഒരു കുക്കറിലോട്ട് മാറ്റാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് നന്നായി ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. അപ്പൊ ഉപ്പൊക്കെ പെട്ടെന്ന് ഇതിനകത്തോട്ടൊന്ന് പിടിച്ചു കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കണം. വെള്ളം കൂടി പോവരുത്. നമ്മുടെ കുക്കറിന്റെ അടിയിൽ പിടിക്കാതിരിക്കാനുള്ള ആവശ്യത്തിന് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കടുക്, ഒരു പട്ടയില, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു തക്കോലം, 2 ഏലക്കായ, 2 ഗ്രാമ്പു, 3 ചുവന്ന മുളക്, കറിവേപ്പില. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി മുറിച്ചത് ചേർക്കാം. ഇനി സവാള വഴന്നു വരാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് കീറിയത്. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോ മസാലയും തക്കാളിയും ഞാൻ ചേർത്തിട്ടുണ്ട്. സോറി, ആ പാട്ട് എന്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പൊ ഞാൻ മസാല ഒന്നുകൂടി പറയാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. അതിന്റെ പച്ചമണം നന്നായി ഒന്ന് മാറിയിട്ട് ഒരു തക്കാളി ചെറുതായി മുറിച്ചത് കൂടി ചേർക്കണം. അത്രയും പാർട്ടാണ് ഇതൊന്ന് മിസ്സായി പോയത്. ഈ തക്കാളി നന്നായി വെന്ത് അതിന്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. അപ്പൊ നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ തക്കാളി നന്നായി വെന്ത് അതിന്റെ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സോയ ചേർക്കാം. സോയ ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി. ഇനി ഒന്ന് അടച്ചു വെക്കാം. ഗ്രേവി നിങ്ങളുടെ ഇഷ്ടം പോലെ വറ്റിക്കാം, പക്ഷെ എപ്പോഴും സെമി ഗ്രേവിയാണ് നല്ലത്. അപ്പോൾ ഇത് നമ്മുടെ സോയ ചങ്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമന്റ്സ് എന്നെ അറിയിക്കുക. അപ്പൊ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.